പെരുമ്പാവൂരിൽ ഓപ്പറേഷൻ തൂഫാൻ മാറ്റമുണ്ടാക്കി എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണത്തിൽ വർധനയുണ്ട്. ഇതര സംസ്ഥാനക്കാർ വ്യാപകമായുള്ള മേഖലയിൽ ലഹരി വ്യാപനത്തിന്റെ തോതിൽ കുറവുണ്ടെങ്കിലും നടപടികൾ കർശനമായി തുടരുന്നത് ഉറപ്പാക്കണമെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. പെരുമ്പാവൂരിന് വേണ്ടി പ്രഖ്യാപിച്ച പ്രത്യേക തൂഫാൻ പ്ലാറ്റൂൺ നടപ്പിലായിട്ടില്ല. കർശന നിരീക്ഷണം വീഴ്ചയില്ലാതെ ഉറപ്പാക്കാൻ കൂടുതൽ സേനാംഗങ്ങളുടെ സാന്നിധ്യം അനിവാര്യമാണ്. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും. സജോ, ആഭ്യന്തരമന്ത്രി നേരിട്ട് പെരുമ്പാവൂരിലേക്ക് പോയി ഇതര സംസ്ഥാന തൊഴിലാളികളെ അടക്കം കണ്ട് സംസാരിച്ച് നിങ്ങൾക്കിടയിലെ ലഹരി വ്യാപനം അടക്കമുള്ള കാര്യങ്ങൾക്ക് നിയന്ത്രണം വേണം, അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ ശ്രമിക്കുമെന്ന് ഉറപ്പ് നൽകി മടങ്ങിയ ഇടമാണ്. അവിടെ കൂടുതൽ പരിശോധനകൾ വേണ്ടതുണ്ട് എന്ന ആവശ്യവും നിലനിൽക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥ വിന്യാസം അടക്കം എന്താണ് പെരുമ്പാവൂരിലെ വിവരങ്ങൾ? മാധു, പെരുമ്പാവൂരിനെ മറ്റ് സ്ഥലങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സവിശേഷമായ മാറ്റമുണ്ട് എന്ന കാര്യം നമുക്കറിയാം. ഇതര സംസ്ഥാനക്കാരുടെ വലിയ തോതിലുള്ള സാന്നിധ്യമുണ്ട്. അവരെ വലിയ തോതിൽ ഈ ലഹരി ഉപയോഗത്തിനൊക്കെ മറയാക്കുന്നു, അല്ലെങ്കിൽ അവരെ പല രൂപത്തിൽ ഉപയോഗിക്കുകയും അവർ തന്നെയും ഇതിന്റെ ഇരകളായി ഒക്കെ മാറുന്ന പലതരം. ഒപ്പം ഇതര സംസ്ഥാനത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ലഹരി കച്ചവടത്തിനായി മാത്രം എത്തുന്നവരൊക്കെയുണ്ട്. അപ്പോൾ നിരീക്ഷണം കൂടുതൽ ശക്തിപ്പെടുത്തണം. പക്ഷെ നമ്മൾ മുൻകാലങ്ങളിൽ നിന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ മാറ്റം പെരുമ്പാവൂരിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് നിസ്തർക്കമായ കാര്യമാണ്. എന്ന് വെച്ചാൽ തൂഫാൻ ഇമ്പാക്ട് പെരുമ്പാവൂരിൽ ഉണ്ടായിട്ടുണ്ട്, അതിൽ തർക്കമൊന്നുമില്ല. ഈ ലഹരി വ്യാപനത്തിന്റെ തോത് വലിയ തോതിൽ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേസുകളുടെ എണ്ണത്തിൽ വലിയ തോതിൽ വർധനവുണ്ട്. പക്ഷേ ഇവ തുടർച്ചയായി വീഴ്ചയില്ലാതെ ഉറപ്പാക്കണം. അതായത് ഒരു കണ്ടിന്യൂസ് ഇവാലുവേഷൻ വേണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഇത് നിലനിർത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ അത് പരിഗണിച്ച് നേരത്തെ ഉയർന്ന ആവശ്യങ്ങളെല്ലാം പരിഗണിച്ചാണ് നേരത്തെ ആഭ്യന്തര വകുപ്പ് പ്രഖ്യാപിച്ചത് ഒരു തൂഫാൻ പ്ലാറ്റൂൺ അവിടെ, അതായത് ഒരു സാന്നിധ്യം, ഒരു 30 അംഗ അല്ലെങ്കിൽ അങ്ങനെ ഒരു നമ്പർ നിശ്ചയിച്ച് അത്രയും സേനാംഗങ്ങൾ സമ്പൂർണ്ണമായി കർശനമായ നിരീക്ഷണം തുടർച്ചയായി ഉറപ്പുവരുത്തുക എന്നതാണ് നേരത്തെ ഉയർന്ന പലതരം അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച ആഭ്യന്തര വകുപ്പ് എടുത്തൊരു തീരുമാനമാണ്. അതും കയ്യടി കിട്ടിയ ഒരു തീരുമാനമാണ്. പക്ഷേ അത് പ്രായോഗിക തലത്തിലേക്ക് വന്നിട്ടില്ല. പലതരം സ്വാഭാവികമായും അത്രയും സേനാംഗങ്ങളെ അങ്ങോട്ട് നിയോഗിക്കുക എന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ സാധ്യമാകില്ല. പക്ഷെ അത് വേഗത്തിൽ സാധ്യമാവുകയാണെങ്കിൽ കുറെ കൂടി അവിടെയുള്ള പരിശോധനകൾ, അപ്പം ഈ ലഹരി വ്യാപനത്തിന്റെ വേരറക്കുന്നത് ആവശ്യമായ നടപടികൾക്ക് കൂടുതൽ ഗതിവേഗം കൈവരും. അപ്പോൾ അതും കൂടി വേണം എന്നൊരാവശ്യമുണ്ട്. ഒപ്പം തുടർ പരിശോധനകൾ അവിടെ ശക്തമായി തന്നെ ഉണ്ടാകണം. കാരണം വിവിധ പ്രദേശങ്ങൾ നേരത്തെ പലപ്പോഴും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വരുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ എത്തുമ്പോൾ അത്തരം ഇടങ്ങളിലേക്ക് ഈ കണ്ണികൾ വ്യാപിച്ചു കിടക്കും. അപ്പോൾ അത്ര എളുപ്പമല്ല, മറ്റിടങ്ങളിലേതുപോലെ അത്ര എളുപ്പമല്ല. മറ്റ് ഇടങ്ങളിലും ഇതര സംസ്ഥാനങ്ങളുമായുള്ള കണക്ഷൻ ഉണ്ടെങ്കിൽ പോലും ഇവിടെ കൂടുതൽ വ്യാപകമാണ്. കാരണം അത്രയും കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അവിടെ കൂടുതൽ പരിശോധന, അതിന്റെ തുടർ അന്വേഷണങ്ങളൊക്കെ ഉണ്ടാകണം. പലപ്പോഴും അവിടെ പരസ്യമായി തന്നെ ലഹരി ഉപയോഗിക്കുന്ന സംഭവങ്ങൾ തുടർച്ചയായി നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അത്തരം കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് തുടർച്ചയായി പരിശോധനകൾ നടക്കുന്നുണ്ട്. ഓരോ ദിവസവും കൂടുതൽ കേസുകൾ ഉണ്ടാകുന്നുണ്ട്. അത് അവിടെ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പോലീസിന്റെ തന്നെ വിലയിരുത്തൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അത് ആ മാറ്റത്തിന്റെ തോത് കൂടണം, എന്ന് വെച്ചാൽ കൂടുതൽ മാറ്റം ഉണ്ടാകണം, അത് തുടരണം. ഇതാണ് പ്രധാനം. അപ്പോൾ ഉറപ്പായും പ്രാഥമികമായി പരിശോധിച്ചാൽ പെരുമ്പാവൂരിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതിന് ആഭ്യന്തര വകുപ്പ് കയ്യടി അർഹിക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ മൊമെന്റം കൂടുതൽ ശക്തമായി തുടരണം. അതിനുവേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകണം എന്ന ആവശ്യമാണ് സ്വാഭാവികമായ അഭിപ്രായമായി തൂഫാൻ ഇഫക്റ്റ് ഉണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.